ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 5th സെമസ്റ്ററിൻ്റെ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടിരുന്ന എക്സൽ പബ്ലിക്കേഷൻ്റെ ബുക്കായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേയധികം കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. വിനോദ് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയേനെ, കാരണം കുറേ കുട്ടികളുടെ കയ്യിൽ വിനോദ് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സെക്കൻഡ് വീഡിയോ തൊട്ട് എന്തായാലും വിനോദ് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ നമുക്ക് എന്തായാലും വീഡിയോസ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ, എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നും അതിൻ്റെ സ്കോപ്പും അതിൻ്റെ ഫംഗ്ഷൻസൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മുടെ വിനോദ് സാറിൻ്റെ ബുക്കിൽ അതിൻ്റെ ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ ഫംഗ്ഷൻസ് നമുക്ക് ആദ്യം പറയാം. ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ, ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. നമുക്കറിയാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് എന്താണ് പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ ഫോർകാസ്റ്റ് ചെയ്യുക, ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത് അല്ലേ. അതായത് മാനേജേഴ്സിൻ്റെ ഡിസിഷൻ എടുക്കാനാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാനും ഫ്യൂച്ചറിലേക്ക് വേണ്ടി നമുക്ക് ഓരോ കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യാനും നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷനാണ് പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. രണ്ടാമത്തെ മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡാറ്റയാണ്. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മോഡിഫൈസ് ദ അക്കൗണ്ടിങ് ഡാറ്റ ബൈ അറേഞ്ചിങ് ദം ഇൻ എ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ബിക്കംസ് യൂസ്ഫുൾ ഫോർ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് വളരെ യൂസ്ഫുള്ളാകുന്ന രീതിയിൽ ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉപയോഗിച്ചുകൊണ്ട് മൊത്തം ഡാറ്റാസിനെ മാനേജേഴ്സിന് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാനായിട്ട് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സഹായത്തോടു കൂടി സാധിക്കും. 3. അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ ആഫ്റ്റർ വെരിഫൈയിങ് ദ ആക്യുറസി ഓഫ് ഡാറ്റ. അതായത് ഡാറ്റയുടെ ആക്യുറസി നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം, ഡാറ്റയുടെ ആ ഒരു കൃത്യത മനസ്സിലാക്കിയതിന് ശേഷം ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് അനലൈസസ് ആൻഡ് ഇൻ്റർപ്രറ്റ് അക്കൗണ്ടിങ് ഡാറ്റ ഇൻ എ സിമ്പിൾ വേ. വളരെ സിമ്പിളായ വഴിയിൽ നമ്മുടെ ചെയ്തു വച്ചിരിക്കുന്ന ആ ഡാറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. 4. കമ്മ്യൂണിക്കേഷനാണ്. അതായത് അനലൈസിങ്ങും ഇൻ്റർപ്രിട്ടേഷനും കഴിഞ്ഞതിന് ശേഷം ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ റിപ്പോർട്ട് സ്യൂട്ടബിൾ ഫോർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്യും, വളരെ നല്ല രീതിയിൽ അത് റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ആർക്ക് വേണ്ടിയിട്ട്, ഓരോ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലേക്കും എംപ്ലോയീസിനൊക്കെ വേണ്ട രീതിയിൽ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിനെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് അവരിലേക്ക് നമ്മൾ കാര്യങ്ങൾ, റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതാണ് കമ്മ്യൂണിക്കേഷൻ. 5. ഹെൽപ്പിംഗ് ഇൻ കോർഡിനേഷനാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ടൂൾസ് വിച്ച് ആർ ഹെൽപ്ഫുൾ ഇൻ കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് പല ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആക്ടിവിറ്റീസിനെ വളരെ നല്ല രീതിയിൽ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ 5ാമത്തെ ഫംഗ്ഷനാണ് ഹെൽപ്പിംഗ് ഇൻ കോർഡിനേഷൻ. 6. ഹെൽപ്പിംഗ് ഇൻ കൺട്രോളാണ്. അതായത് കൺട്രോളിങ് ഓപ്പറേഷൻസ് വളരെ ഈസി ആയിട്ട് വളരെ യൂസ്ഫുള്ളാകുന്ന രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. അതായത് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ആണെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആ ഒരു എമൗണ്ട് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ആ ഫ്യൂച്ചറിലെ എക്സ്പെൻസിനൊക്കെ മെറ്റ് ചെയ്യുക, അതുപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എങ്ങനെയാണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ 6ാമത്തെ ഫംഗ്ഷനാണ് ഹെൽപ്പിംഗ് ഇൻ കൺട്രോൾ. 7. ഹെൽപ്പിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് ആണ് ഏതൊരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ലേ. നമ്മൾ ആദ്യമേ പറഞ്ഞു, അനദർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ടു പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഒരു മാനേജ്മെൻറ്റിന് വേണ്ട ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തുകൊണ്ട്, അതായത് മാനേജ്മെൻറ്റ് തീരുമാനം എടുക്കാനായിട്ട്, ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുന്നത് എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അതാണ് 7ാമത്തെ ഫംഗ്ഷൻ, ഹെൽപ്പിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. എക്സാമുകൾക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനായിട്ട്, നമ്മുടെ essay ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നമുക്ക് ആദ്യം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഡിഫറൻസ് നോക്കാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഡിഫറൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കോളം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും സെക്കൻഡ് കോളം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. നമുക്ക് ആദ്യത്തെ ഡിഫറൻസ് നോക്കാം. ദ പർപ്പസ് ഈസ് ടു അസർടെയിൻ പ്രോഫിറ്റ് ഓർ ലോസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അസർടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണെങ്കിലോ ദ പർപ്പസ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ്. ഇൻഫർമേഷൻ കൊടുക്കുക ആർക്ക്, മാനേജ്മെൻറ്റിന്. എന്തിനു വേണ്ടി, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി അല്ലേ. മാനേജ്മെൻറ്റ് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കുകയാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലൂടെ ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ ഡിഫറൻസും.
2, റെക്കോർഡ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ റിലേറ്റിംഗ് ടു പാസ്റ്റ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഓൾറെഡി എല്ലാം സംഭവിച്ച ഡാറ്റാസ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ഹിസ്റ്റോറിക്കലാണ്, പാസ്റ്റ് ഓൾറെഡി സംഭവിച്ച ഡാറ്റാസ് നമ്മൾ എഴുതി വെക്കുന്ന ഒരു അക്കൗണ്ടിംഗ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണെങ്കിലോ വിത്ത് ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഓപ്പറേഷൻ, അല്ലേ, ഭാവിയിലേക്ക് വേണ്ട ആസൂത്രണങ്ങളും ഭാവിയിലേക്ക് വേണ്ട ഓപ്പറേഷൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കൺസേൺ ചെയ്യുന്നുണ്ട്. 3, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കമ്പൽസറിയാണ്. എല്ലാ ഫേമുകളും പിന്നെ ഫൈനൽ അക്കൗണ്ട്സും ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഒക്കെ എന്തായാലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. കാരണം പ്രോഫിറ്റ് ഓർ ലോസ് എന്തായാലും വർക്കൗട്ട് ചെയ്യണമല്ലോ. ഏതൊരു ബിസിനസ്സിൻ്റെയും മെയിൻ ഒബ്ജക്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തന്നെയാണല്ലോ. അതുകൊണ്ട് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയണമെങ്കിൽ എന്തായാലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കമ്പൽസറിയാണ്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അങ്ങനെ കമ്പൽസറി അല്ല, ജസ്റ്റ് ഒരു ഓപ്ഷണലാണ്, വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്താൽ മതി. നെക്സ്റ്റ് ഡിഫറൻസ് ആണ് ലൈസ് മോർ എംഫസിസ് ഓൺ ആക്യുറസി കുറച്ച് കൂടുതലാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ. മറ്റൊരുത്താണെങ്കിൽ ഓൺ ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് റിപ്പോർട്ടിംഗ് ആണ്, അല്ലേ, വളരെ പെട്ടെന്നും അതുപോലെ തന്നെ പെട്ടെന്നുള്ള റിപ്പോർട്ടിംഗ് ആണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. 5ാമത്തെ ഡിഫറൻസ് ആണ് ബേസ്ഡ് ഓൺ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആൻഡ് കൺവെൻഷൻസ്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് എല്ലാം ചെയ്യുന്നത് GAAP നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല, നോട്ട് ബേസ്ഡ് ഓൺ റിജിഡ് പ്രിൻസിപ്പിൾസ്, അത്ര എഴുതിയാലും മതി. 6ാമത്തെ ഡിഫറൻസ് ആണ് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കായിരിക്കും. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ നോ സ്പെസിഫിക് പീരീഡ്, അങ്ങനെ പ്രത്യേകിച്ച് പീരീഡ് ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും മാനേജ്മെൻറ്റ് എപ്പോഴാണോ ഡിസിഷൻ എടുക്കേണ്ടത് ആ സമയത്ത് വേണമെങ്കിൽ അവർക്ക് പ്രിപ്പയർ ചെയ്യാം. 7ാമത്തെ ഡിഫറൻസ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു ലിമിറ്റഡ് സ്കോപ്പാണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വൈഡ് സ്കോപ്പാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സ്റ്റേണൽ പാർട്ടീസ് ആർ ദ യൂസേഴ്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സ് ഇൻറ്റേർണൽ യൂസേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ഇൻറ്റേർണൽ പാർട്ടീസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അത് പ്രത്യേകം ഒന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ ഓഡിറ്റ് ഈസ് മോർ ഓർ ലെസ് കമ്പൽസറി. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ഓഡിറ്റ് വളരെ കമ്പൽസറിയാണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ഓഡിറ്റ് ഈസ് നോട്ട് കമ്പൽസറിയാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ ഡിഫറൻസ് എന്തായാലും എല്ലാവരും എഴുതി വെക്കുക കേട്ടോ. അതിൽ ഡിഫറൻസ് ഇതാണ്: സ്റ്റോക്ക് ഈസ് വാല്യൂഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. നമ്മൾ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. ആ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ സ്റ്റോക്ക് എഴുതുന്നത് എപ്പോഴും ഇപ്പോഴത്തെ വിലയും അതുപോലെ വാങ്ങിയ വിലയും നോക്കും. അതായത് മാർക്കറ്റ് പ്രൈസ് നോക്കും, അതുപോലെ കോസ്റ്റ് പ്രൈസ് നോക്കും. വിച്ച് എവർ ഈസ് ലെസ്, ഏതാണോ ചെറിയ പ്രൈസ് അതായിരിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാം. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എപ്പോഴും നമ്മൾ ഇതിനാണ് നോ സച്ച് പ്രിൻസിപ്പിൾ ഈസ് ഫോളോഡ് ഫോർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതിൽ എപ്പോഴും അവിടെ ഒരു പ്രിൻസിപ്പിളൊന്നുമില്ല. നമുക്ക് എപ്പോഴും മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും നമ്മളവിടെ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു 10 ഡിഫറൻസ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും ഈ 10 ഡിഫറൻസെങ്കിലും എഴുതി വയ്ക്കുക. വളരെ സിമ്പിളാണ് പഠിക്കാനായിട്ട്, മനസ്സിലാക്കി പഠിക്കാനെങ്കിൽ വളരെ ഈസി ആയിട്ട് പഠിച്ച് കഴിയും. അടുത്ത ഡിഫറൻസ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും തമ്മിലുള്ള ഡിഫറൻസ്. അത് ഫസ്റ്റ് കോളം കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്, സെക്കൻഡ് കോളം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദ പർപ്പസ് ഈസ് ടു അസർട്ടൈൻ ആൻഡ് കൺട്രോൾ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസസിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ കോസ്റ്റ് കണ്ടുപിടിക്കാനും എങ്ങനെ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാം, കോസ്റ്റ് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ കോസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അങ്ങനെയല്ല, നമ്മളവിടെ നേരത്തെ പറഞ്ഞു അല്ലേ, എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അടുത്ത ഡിഫറൻസ് ആണ് ഇൻക്ലൂഡ്സ് ഓൺലി കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ആൻഡ് കൺട്രോൾ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ആകെ കോസ്റ്റ് കണ്ടുപിടിക്കലും കോസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കാണിക്കുള്ളൂ. അതൊരു ലിമിറ്റഡ് സ്കോപ്പാണ്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അങ്ങനെയല്ല. അതിനകത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും ബഡ്ജറ്റിങ്ങും എല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് യൂസസ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാകെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ, അതായത് മെഷർ ചെയ്യാൻ പറ്റുന്നത് മാത്രം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഉണ്ടായിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ടായിരിക്കും, മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, അല്ലാത്തതും ഉണ്ടായിരിക്കും. ഇനി കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഡീൽസ് വിത്ത് കോസ്റ്റാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ കോസ്റ്റും ഡീൽ ചെയ്യും, റവന്യൂ ഡീൽ ചെയ്യും, നമ്മുടെ ചിലവും ഡീൽ ചെയ്യും, നമുക്ക് വരുമാനവും നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമ്മൾ ഡീൽ ചെയ്യും. അടുത്ത ഡിഫറൻസ് ആണ് ബേസ്ഡ് ഓൺ ബോത്ത് ഹിസ്റ്റോറിക്കൽ ആൻഡ് കറണ്ട് ഡാറ്റ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ഓൾറെഡി സംഭവിച്ച ഡാറ്റാസും ഓൾറെഡി നിലവിലുള്ള ഡാറ്റാസും നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യും. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് റിലേറ്റിംഗ് ടു ദ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് വേണ്ട ഡിസിഷൻസും ഭാവിയിലേക്ക് വേണ്ട ഫ്യൂച്ചറിനെയാണ് നമ്മൾ കൂടുതലും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യുക. ലാസ്റ്റ് പ്രിസിഡ്സ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ സ്റ്റാർട്ട്സ് വെർ കോസ്റ്റ് അക്കൗണ്ടിങ് എൻഡ്. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് മുമ്പാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുക. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ചെയ്യുക സ്റ്റാർട്ട്സ് വെർ കോസ്റ്റ് അക്കൗണ്ടിങ് എൻഡ്.
കോസ്റ്റ് അക്കൗണ്ടിങ് അവസാനിക്കുമ്പോഴാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഡിഫറൻസുകൾ. 2 ഡിഫറൻസുകൾ പറഞ്ഞു. ഇതിലെ ഏതെങ്കിലും ഒരു ഡിഫറൻസ് എക്സാമിന് മാറി മാറി ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഡിഫറൻസുകളൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത ടോപ്പിക്കാണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, അല്ലെങ്കിൽ അതിൻ്റെ നീഡ് എന്താണ്? അത് നിങ്ങൾക്ക് കോൺവേർട്സിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻസും അതൊക്കെ നിങ്ങൾ പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺവേർട്സിൽ എഴുതാവുന്നതേ ഉള്ളൂ. ഒന്ന് നമുക്കറിയാം, ഗോൾ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യാം. എഫക്റ്റീവ് കൺട്രോള്, എഫിഷ്യൻസി കൂട്ടാനായിട്ട്, പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ട്, പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യാനായിട്ട്, പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട്, നല്ല കസ്റ്റമർ സർവീസ് കിട്ടാനായിട്ട്, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനായിട്ട്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനായിട്ട്, അതുപോലെ പീപ്പിൾസിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കോഡൊക്കെ വെച്ചിട്ട്, ഫസ്റ്റ് ലെറ്ററൊക്കെ വെച്ച് ഒരു കോഡൊക്കെ വെച്ചിട്ട് പഠിക്കുക. വളരെ സിമ്പിളായിട്ട് പഠിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. അടുത്ത മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ലിമിറ്റേഷൻസ് ആണ്. ഒന്ന്, ഇതെന്താണ്? ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചെയ്യുക. അതൊരു ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാം. അതുപോലെ ലാക്ക് ഓഫ് നോളേജിൻ്റെ അഭാവം, അതും ഒരു ലിമിറ്റേഷനാണ്. അതുപോലെ തന്നെ നോട്ട് ഈ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ മാനേജ്മെൻറ്റിന് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് വയ്ക്കാനായിട്ട് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതും ഒരു ലിമിറ്റേഷനായിട്ട് പറയാം. പിന്നെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റിലൂടെ മാത്രമാണ് നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നത്? ആ ഒരു റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്നത്. അത് കറക്റ്റ് ആകണമെന്നില്ല. അടുത്ത കോസ്റ്റ്ലി, വളരെ ചിലവേറിയതാണ്. റെസിസ്റ്റൻസ്, ആക്യുറസി നമുക്ക് ഒരിക്കലും എൻഷുർ ചെയ്യാനായിട്ട് പറ്റില്ല. വൈഡ് സ്കോപ്പാണ്. ഇതെല്ലാം തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ലിമിറ്റേഷൻസ് ആണ്. അതും നമുക്ക് പഠിക്കാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. എല്ലാവരും പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ എന്നാലും തിയറീസ് 1-2 തിയറീസ് എന്തായാലും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരും. എല്ലാവർക്കും ഒരു അരമണിക്കൂർ കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. ആരും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ പറഞ്ഞ ടോപ്പിക്കുകൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. എന്തായാലും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ എസ്സേ ആയിട്ടുണ്ടായിരിക്കാം. അതുപോലെ 5 മാർക്ക് ക്വസ്റ്റ്യനിലും വരാം. 2 മാർക്ക് ക്വസ്റ്റ്യനിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും തന്നെ പഠിക്കുക കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ടും. കാരണം നിങ്ങളുടെ കമൻറ്റാണ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ജൂനിയേഴ്സിനും ഈ ഒരു ചാനൽ സജസ്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.